രാജ്യസഭയിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പാർട്ടി ചർച്ച ചെയ്തു തീരുമാനിക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. താൻ സ്ഥാനാർത്ഥിയാവാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. മാധ്യമങ്ങളാണ് ചർച്ച തുടങ്ങിയത്. സാദിഖലി തങ്ങളാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിൽ പ്രതികരിക്കാൻ തനിക്ക് അവകാശമില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. തങ്ങളോട് പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ വിജയമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത്തവണ എല്ലാ പാർട്ടികളും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. എല്ലായിടത്തും സഖ്യമുണ്ട്. ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാടിന് ലീഗ് അവകാശവാദമുന്നയിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ലീഗിന് രാജ്യസഭാ സീറ്റ് എന്നത് നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അത് ഇനി മാറ്റേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുമെന്നും ഇതിനുശേഷമുള്ള ഒഴിവ് കോൺഗ്രസ് എടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നേ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ലീഗുമായി ധാരണയായ കാര്യവും വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു. ഭരണം ലഭിക്കുകയാണെങ്കിൽ ലീഗിനു 2 രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കും. UDFിലെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായതായി സതീശൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും നൽകാൻ നിർവാഹമില്ല എന്നും UDFിന്റെ 3 രാജ്യസഭാംഗങ്ങളും ഒരേ സമുദായക്കാരാകുമെന്ന വിമർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോൺഗ്രസ് ലോക്സഭയിലേക്ക് 16 സീറ്റിൽ മത്സരിക്കുന്നുണ്ടെന്നും അക്കാര്യം പരിശോധിച്ചാൽ ഇതിനു മറുപടിയാകുമെന്നും സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് രാജ്യസഭാംഗമാകാൻ ആഗ്രഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ലോക്സഭാംഗമാണെന്നായിരുന്നു സതീശന്റെ മറുപടി ഉണ്ടായിരുന്നത്. പ്രസിഡന്റിനെ മാറ്റുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. കെ. സുധാകരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നോ മാറേണ്ടതുണ്ടോ എന്നത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ CPI എതിർക്കേണ്ട കാര്യമില്ലെന്നും കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ദേശീയ തലത്തിൽ CPI കോൺഗ്രസിനൊപ്പം BJP വിരുദ്ധ ചേരിയിലായിരുന്നുവെന്നും വി.ടി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.